أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن إبراهيم كان أمة قانتا لله حنيفا ولم يكن من المشركين شاكرا لأنعمه اجتباه وهداه إلى صراط مستقيم آتيناه في الدنيا حسنة وإنه في الآخرة لمن الصالحين. عن جند بن عبد الله البجلي رضي الله تعالى عنه أنه قال: سمعت النبي صلى الله عليه وسلم قبل أن يموت ب5 وهو يقول: إني أبرأ إلى الله أن لي منكم خليلا فإن الله قد اتخذني خليلا كما اتخذ الله إبراهيم خليلا ولو كنت متخذا خليلا لاتخذت أبا بكر خليلا ولكن صاحبكم خليل الرحمن أو كما قال عليه الصلاة والسلام. صدق الله العظيم وصدق رسوله النبي الكريم. نحن على ذلك من الشاهدين والشاكرين. الحمد لله رب العالمين. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളായ സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകളനുസരിച്ച് ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടുന്നതിന് തൗഫീഖ് തരുമാറാകട്ടെ. ഹക്കായ കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലായി ബർക്കത്തിലായി കഴിച്ചുകൂട്ടാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് പറഞ്ഞു വെച്ചത്. ജിന്ദ് ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് 5 ദിവസം മുമ്പ് പറയുന്നതായി ഞാൻ കേട്ടു: ഇന്നി അബ്റഉ ഇലല്ലാഹി അൻ യകൂന ലീ മിൻകും ഖലീലുൻ. ഞാൻ അല്ലാഹുവിന് വേണ്ടി നിങ്ങളിൽ നിന്നും എനിക്കൊരു ആത്മമിത്രം ഉണ്ടാകുന്നതിനെ തൊട്ടും വിസമ്മതിക്കുകയാണ്, അതിൽ നിന്നും ഒഴിവാകുകയാണ്. എനിക്കൊരു ഖലീലിന്റെ താല്പര്യം എന്താണെന്ന് പറയുന്നുണ്ട്. എന്തായാലും എനിക്കൊരു ആത്മമിത്രം, ഒരു ഖലീല് ഉണ്ടാകുന്നതിനെ തൊട്ടും ഞാൻ നിങ്ങളോട് സമ്മതം അറിയിക്കുകയാണ്. കാരണം അല്ലാഹു തആല എന്നെ അവന്റെ ഖലീലായി, അവന്റെ ആത്മമിത്രമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. കമത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു അവന്റെ ആത്മമിത്രമായി ഖലീലായി തെരഞ്ഞെടുത്തതുപോലെ ലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ലത്തഖദതു അബാ ബക്കറിൻ ഖലീല. ഞാൻ ആരെങ്കിലും നിങ്ങളിൽ നിന്നും എൻ്റെ ഖലീലായിട്ട് ഏറ്റവും വലിയ അങ്ങേയറ്റത്തെ സ്നേഹിതനായി തിരഞ്ഞെടുക്കുമായിരുന്നെങ്കിൽ ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഞാൻ തിരഞ്ഞെടുക്കുമായിരുന്നു. വലാകിൻ സാഹിബുക്കും ഖലീലുർ റഹ്മാൻ. പക്ഷേ നിങ്ങളുടെ ഈ കൂട്ടുകാരൻ, നിങ്ങളുടെ ഈ സാഹിബ്, നിങ്ങളുടെ ഈ സ്നേഹിതൻ, നിങ്ങളുടെ ഈ പ്രവാചകൻ റഹ്മാനായ അല്ലാഹുവിന്റെ ആത്മമിത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് തൊട്ടു മുമ്പായിട്ട് പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട്. ഈ ഹദീസിന്റെ മറ്റു ചില വാചകങ്ങളോട് ചേർത്ത് വേറെയും ചില ഹദീസ് കിതാബുകളിൽ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് പറയുക സൂചിപ്പിക്കാം. ഈ ഹദീസിലൂടെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം, അല്ലാഹു തആല നേരത്തെ ഇബ്രാഹിം നബിയെ തന്റെ ഖലീലായിട്ട് തിരഞ്ഞെടുത്തു. പണ്ഡിതന്മാർ എഴുതി,
അല്ലാഹു തആല എല്ലാ നബിമാരേക്കാൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശ്രേഷ്ഠരാക്കി. അതുകൊണ്ട് തന്നെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമുൽ അംബിയ, മുഴുവൻ നബിമാരുടെയും അംബിയാണ്, ഇമാമാണ് എന്നാണ് പരിചയപ്പെടുത്തുന്നത്. സയ്യിദുൽ മുർസലീനാണ്. എന്നാൽ ചില പ്രത്യേക കാര്യങ്ങളിൽ ചില പ്രത്യേക പ്രവാചകന്മാർക്ക് ചില ഖുസൂസിയാത്തുകൾ, ചില പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്, ചില മഹത്വങ്ങൾ. അങ്ങനെയുള്ള ഒരു മഹത്വത്തിൽ പെട്ടതായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ആദ്യമേ അല്ലാഹു തആല ഖലീലാക്കിയെന്നത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ, ജീവിതത്തിന്റെ സായാഹ്നത്തിൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അല്ലാഹു അറിയിപ്പ് കൊടുത്തു, താങ്കളെ ഖലീലായി തെരഞ്ഞെടുത്തു എന്ന്. ഖലീൽ എന്ന് പറഞ്ഞാൽ മറ്റാർക്കും മനസ്സ് കൊടുക്കാത്ത രീതിയിൽ ഹൃദയത്തിൽ ആത്മമിത്രമായി സ്വീകരിക്കുന്ന ആളിനാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്തായാലും ഈ രണ്ട് നബിമാർക്കാണ് അല്ലാഹു തആല ഈ മഹത്വം കൽപ്പിച്ചത്. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ മഹാത്മ്യം എന്ന് മാത്രമല്ല, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാർഗത്തെ പിൻപറ്റി താങ്കൾ ജീവിക്കണമെന്നാണ്. അല്ലാഹു തആല പറഞ്ഞ വഹി അറിയിച്ചു ഇലൈക, താങ്കളിലേക്ക്, അനിത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ, മാർഗത്തെ, മതത്തെ, വഴിയെ പിൻപറ്റി വേണം താങ്കൾ ജീവിക്കാൻ. അതിനെ പിൻപറ്റിക്കൊള്ളുക. ഇത് മുഴുവൻ ഉമ്മത്തിനോടും അല്ലാഹു തആല അങ്ങനെ തന്നെ കൽപ്പിച്ചിട്ടുണ്ട്. ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ. നമ്മളോടും പറഞ്ഞു സദഖല്ലാഹ്, ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ. ഹനീഫായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാർഗത്തെ നിങ്ങൾ പിൻപറ്റിക്കൊള്ളുക. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിഹ നഫ്സ, സ്വയം വിഡ്ഢിയായവനല്ലാതെ ഇബ്രാഹിം ഈ മാർഗത്തെ തൊട്ട് വ്യതിചലിക്കുകയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മതം, മാർഗം, വഴിയെ തൊട്ടും ആരെങ്കിലും അനിഷ്ടം കാണിക്കുന്നുണ്ടെങ്കിൽ അവൻ സ്വയം വിഡ്ഢിയായി പോയവനാണ്. അങ്ങനല്ലാത്ത ഒരാൾക്കും അത് സാധിക്കുകയില്ല. ഇങ്ങനെയെല്ലാം ഖുർആനിൽ അല്ലാഹു തആല അനേകം സ്ഥലത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ നമുക്ക് പരിചയപ്പെടുത്തുക. നബിതങ്ങളോട് ആ ഇബ്രാഹിം നബിയെ പിൻപറ്റാൻ പറയുന്നു, നമ്മളോട് പിൻപറ്റാൻ പറയുന്നു. ഇബ്രാഹിം ഈ മാർഗത്തെ വെടിയുന്നവരെ സംബന്ധിച്ച് അവർ വിഡ്ഢികളാണെന്ന് പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് അല്ലാഹു തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനേകം ഗുണങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഗുണമായിട്ട് അല്ലാഹു പറഞ്ഞത്, ഖുർആനിൽ വേറെയും ചില പ്രത്യേക പ്രയോഗങ്ങൾ കാണാൻ പറ്റും. അതായത് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിക്ക് മാത്രം ഉപയോഗിച്ച പദങ്ങൾ, ഖദ്കാനത്തിലേക്കും ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃക എന്ന് പറഞ്ഞിട്ട് പ്രയോഗിച്ചിരിക്കുന്ന നബിതങ്ങളെ കുറിച്ച് ഇബ്രാഹിം നബിയെ കുറിച്ചുമാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പല ഗുണങ്ങളിൽ ഒന്നാമതായിട്ട് അല്ലാഹു പറഞ്ഞത് ഖദ്കാനത്തിലേക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിമ വല്ലദീന മഅഹു ഇദ് ഖാലൂ ലിഖൗമിഹിം ഇന്നാ ബുറആഉ മിൻകും മിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ് കഫർനാ ബൈനനാ വബൈനകും വബദാ ബൈനനാ വബൈനകും കഫർനാ. അതായത് നിങ്ങൾക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ വലിയ മാതൃകയുണ്ട്, ഇബ്രാഹിം നബിയോടൊപ്പമുള്ളവരിലും വലിയ മാതൃകയുണ്ട്. ഇദ് ഖാലൂ ലിഖൗമിഹിം ഇന്നാ ബുറആഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്. അതിലാദ്യത്തെ ഗുണം, ഒന്നാമത്തെ മഹത്വം, ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇബ്രാഹിം നബിയുടെ ഗുണം, അല്ലാഹു അല്ലാതെ ലോകത്ത് ആരെല്ലാം ആരാധിക്കപ്പെടുന്നുണ്ടോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായി മുക്തനായ പ്രവാചകരാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. എല്ലാ നബിമാരും അങ്ങനെ തന്നെയാണ്, എല്ലാ മഹാന്മാരും അങ്ങനെ തന്നെയാണ്, എല്ലാ സഹാബികളും അങ്ങനെ തന്നെയാണ്, എല്ലാ പ്രവാചകന്മാരുടെ സഹാബികളും അങ്ങനെ തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു എടുത്തു പറഞ്ഞത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന സമൂഹത്തിന്റെ അവസ്ഥ മറ്റുള്ളവരുടെ അവസ്ഥയേക്കാൾ ഭീകരമായിരുന്നു. ഇക്കാര്യം ജീവൻ പണയം വെച്ചിട്ട് മാത്രമേ അതിൽ നിന്നും മാറി നിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എത്രയോ മാറി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ലാഞ്ചന പോലും
ജീവിതത്തിൽ വാക്കിലോ പെരുമാറ്റത്തിലോ പ്രവൃത്തിയിലോ സംസാരത്തിലോ വിശ്വാസത്തിലോ കടന്നു വരാത്ത രൂപത്തിൽ പൂർണ്ണമായിട്ടും ശിർക്കിൽ നിന്ന് മുക്തനായി. അതുകൊണ്ട് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത്, ഒരു സ്ഥലത്തല്ല, ഒരുപാട് സ്ഥലത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ പറയുന്നിടത്തെല്ലാം വലം യകും മിനൽ മുശ്രിക്കീൻ എന്ന് അല്ലാഹു എടുത്തു പറഞ്ഞു. അദ്ദേഹം ശിർക്ക് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള ആൾക്കാരിൽ പെട്ടയാളുമായിരുന്നില്ല. അപ്പൊ അത് ആദ്യത്തെ ഗുണമാണ്. തൗഹീദിൽ പരിപൂർണനായിരുന്നു. അത് മുഴുവൻ മുഅ്മിനീങ്ങളെയും മുഴുവൻ മനുഷ്യരുടെയും സ്വർഗത്തിലേക്ക് പോകാനുള്ള അടിസ്ഥാന യോഗ്യതയാണ് തൗഹീദിൽ പൂർണ്ണനായിരിക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ഇന്ന് നമ്മൾ ലോകത്ത് ഒരുപാട് മുശ്രിക്കീങ്ങളെ കാണുന്നുണ്ടല്ലോ. നമ്മുടെ ചുറ്റുവട്ടത്ത് മുഅ്മിനീങ്ങളല്ലാത്ത മുസ്ലിമീങ്ങളല്ലാത്ത ഒരുപാട് ബാക്കി എല്ലാവരും ശിർക്ക് ചെയ്ത് ജീവിക്കുന്നവരാണ്. ഒരർത്ഥത്തിലല്ലെങ്കിൽ വേറെ അർത്ഥത്തിൽ ഈ മുശ്രിക്കീങ്ങളെയൊക്കെ പരിശോധിക്കുമ്പോൾ അവരെ പോലെ ഉള്ളവരായിരുന്നില്ല ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഈ ദീനിന്റെ ദീനുമായിട്ട് വരുമ്പോൾ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ. ഒരുപാട് വ്യത്യാസമുണ്ട്. അത് നമുക്ക് ഒന്ന് നോക്കിയാൽ, ഒരു ചരിത്രം ഒന്ന് വായിച്ചാൽ, അല്ലെങ്കിൽ ഒന്ന് അവരിലേക്കൊന്ന് ചിന്തിച്ചാൽ വേഗം ബോധ്യപ്പെടുന്ന കാര്യമാണ്. കാരണം ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല അമലുകളും അതിനെ ഒരർത്ഥത്തിൽ അവർ ചെയ്തു വരുന്നവരായിരുന്നു. പല അമലുകൾ ഒരർത്ഥത്തിൽ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ഹജ്ജിനെ കുറിച്ച് ഖുർആനിൽ പറയുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിന് മുമ്പുള്ള മുശ്രിക്കുകളുടെ ഹജ്ജ്, അത് ഖുർആനിലെ ഹദീസിലൊക്കെ കാണാം. അവർ ഹജ്ജ് ചെയ്യും, കഅബയെ തവാഫ് ചെയ്യുന്നതിനെ കുറിച്ച്, ആ സമയത്ത് പറയുന്ന വാക്കുകളെ കുറിച്ച് ഹദീസിൽ കാണാൻ കഴിയും. അവരുടെ നോമ്പിനെ കുറിച്ച് കാണാൻ കഴിയും. അവരുടെ നമസ്കാരത്തെ കുറിച്ച് കാണാൻ കഴിയും. നമസ്കാരമുണ്ട് അവർക്ക്, അത് പലരും പല രൂപത്തിൽ ചെയ്തു എന്ന് മാത്രം. മുശ്രിക്കുകളിൽ ചിലർ കഅബയുടെ അടുക്കൽ വന്നിട്ടുള്ള അവരുടെ നമസ്കാരം കൊലവിടലും കൂകി വിളിക്കലും അങ്ങനെയൊക്കെ അവർ നമസ്കരിച്ചിരുന്നു. ചില മുശ്രിക്കുകൾ അവർ ജാഹിലിയ്യത്തിൽ അവർ സാധാരണ നിസ്കരിക്കുന്ന പോലെ നിസ്കരിച്ചു. ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ജാഹിലിയ്യ കാലഘട്ടത്തിൽ കഅബയുടെ മുറ്റത്ത് വന്ന് നിസ്കരിച്ചിട്ട് ഞാൻ വെയിലടിച്ചു ബോധം കെട്ടു വീണു. അങ്ങനെയൊക്കെ നിസ്കാരം ഉണ്ടായി. എന്ന് മാത്രമല്ല, അവര് തൗഹീദിന്റെ ഒക്കെ ചില വാക്കുകളൊക്കെ പറയുമായിരുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമ്മൾ പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്, നിങ്ങൾ കേട്ടിട്ടുള്ളതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നബി പരിശുദ്ധ കഅബയുടെ ഒരു സൈഡിൽ ഇരിക്കുമ്പോൾ ഈ മുശ്രിക്കുകൾ കഅബയെ തവാഫ് ചെയ്ത് തൽബിയത്ത് പറഞ്ഞ് കടന്നു വരിക. അപ്പൊ അവരെങ്ങനെ തൽബിയത്ത് പറയുന്നത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് തന്നെ. ലബ്ബൈക ലാ തഅസന്നല്ല, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവർ വരുന്നത്. അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ദാസനിതാ എത്തി, നിനക്കൊരു പങ്കുകാരുമില്ല. ഇത്രയും പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, വൈലുൽ ലക്കും ഖദ് ഖദ്, നിർത്ത്, നിങ്ങൾക്ക് നാശം, നിങ്ങൾ ഇനി പറയുന്ന കാര്യം പറയരുത് എന്ന് അവരോട് പറയുന്നു. അപ്പൊ അവര് പറയും, ഇല്ലാ ശരീകൻ തംലികു ലക വമാ മലക. എന്നാൽ ഒരു പങ്കുകാരനുണ്ട്, ആ പങ്കുകാരനെ നീ തന്നെ പങ്കാക്കി തന്നതാണ് എന്ന് കൂടെ ചേർത്ത് പറയും. അപ്പൊ അല്ലാഹുവിനോട് ഒരു പങ്കുകാരനെ ഒഴിച്ച് നിനക്ക് ആ പങ്കുകാരനെ നീ തന്നെ പങ്കാക്കിയതാണ്. അപ്പൊ ഭാഗ്യമായി നമ്മൾ നോക്കിയാൽ അവരൊന്ന് അറബികളാണ്. രണ്ട് ഇബാദത്തുകളുടെ പലതും അവരെടുക്കലുണ്ട്. ഹജ്ജിന്റെ പലതും അവർ ചെയ്യുന്നുണ്ട്. അവർ അക്കീക്ക ഇറക്കുമായിരുന്നു. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവർ കൊണ്ടേ കരിച്ചു കളയൊന്നുമില്ല, കബറടക്കും, കുഴി കുഴിച്ച് കബറടക്കും. ഒരു കുട്ടി ജനിച്ചാൽ അവർ അക്കീക്ക ഇറക്കും, ശേലാകർമ്മം ചെയ്യും. ഇങ്ങനത്തെ പല കാര്യങ്ങളും പല നന്മകളും അവർ നിലനിന്നിരുന്നു. അതെവിടെ നിൽക്കിയതാണ് അവർക്ക്? അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയതാണ്. എഴുതുന്നുണ്ട്, കാന ബനു ഇസ്മാഈല തവാറതു അലാ ദീനി അബീഹിം ഇസ്മാഈൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഈ ഇസ്മായിൽ നബിയുടെ മക്കളാണല്ലോ ഈ അറബികൾ. അവർ ഇസ്മായിൽ നബിയുടെ ദീനിനെ അനന്തരമെടുത്തവരാണ്, അങ്ങനെ പിൻപറ്റി വന്നവരാണ്.
സമ്പൂർണമായി അങ്ങനെ പിൻപറ്റി വന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് അല്ലെങ്കിൽ നബിതങ്ങളുടെ ബിഅ്സത്തിന് നബിയായി നിയോഗിക്കപ്പെടുന്നതിന് ഒരു 10-300 കൊല്ലം വരെ, അതിനുശേഷം അവരിലേക്ക് വിഗ്രഹാരാധന ഉണ്ടായി. അതൊരു മനുഷ്യൻ കടന്നു വന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അംർ ഇബ്നു ലുഹൈ എന്ന് പറയുന്ന ഒരാള്, അയാൾ വിഗ്രഹാരാധന ആദ്യമായി അവിടേക്ക് കൊണ്ടുവന്നു. 2 റിവായത്ത് നമുക്കതിൽ കാണാൻ പറ്റും. ഒന്ന്, പേർഷ്യൻ രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ട് അവിടെ നിന്നുള്ള ആരാധ്യ വസ്തുക്കളെ ഇവിടെ കൊണ്ടുവന്നതാണ് എന്ന് കാണാൻ കഴിയും. അതിനോടൊപ്പം തന്നെ ചില മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ഇബ്ലീസ് വന്നിട്ട് അയാൾക്ക് സ്വപ്നം കാണിച്ചു കൊടുത്തു. നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ ആരാധിക്കപ്പെട്ട വിഗ്രഹങ്ങളൊക്കെ വെള്ളത്തിനടിയിലായി ജിദ്ദയുടെ ഒരു ഭാഗത്ത് മണ്ണിനടിയിൽ കിടപ്പുണ്ട്. ഈ മനുഷ്യൻ അവിടെ പോയിട്ട് കുഴിച്ചെടുത്ത് ആ വിഗ്രഹങ്ങളെ രണ്ടാമത് കൊണ്ടുവന്ന് സ്ഥാപിച്ചു എന്നും ഇമാം ബുഖാരി അല്ലാത്ത ചില കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇബ്ലീസ് അത്രത്തോളം പണിയെടുക്കും. ഇബ്ലീസ് ചില്ലറക്കാരനൊന്നുമല്ല, അത്രത്തോളം പണിയെടുക്കും. ഒരാൾ ഇബ്ലീസിനെ തൃപ്തിപ്പെടുത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഇബ്ലീസ് അയാൾക്ക് പല നിലയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കും. എവിടെയെങ്കിലും പോയി ഒരു ഉണക്ക് എത്തിച്ചു, അവിടെ 5-6 കട്ടയും വെച്ച് ഒരു മനുഷ്യൻ കൂടി അവിടെ ശൈത്താൻ കൂടും. നമ്മൾ വിചാരിക്കുന്നുണ്ട് ഈ പോകുന്ന ആൾക്കാർക്കൊക്കെ ഒന്നും കിട്ടുന്നില്ല എന്ന്. ഒന്നും കിട്ടാതാണ് ഇവര് നടക്കുന്നത്. അവരെവിടേക്ക് പോയാലും, എവിടെ പൂജിക്കാൻ പോയാലും, അത് ഏത് സ്ഥലത്ത് പോയാലും അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന അങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ പോകുന്നവരോട് ശൈത്താൻ വന്നു കൂടും. അവർക്ക് ചില സഹായങ്ങളൊക്കെ കിട്ടും ഭൗതികമായി. അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഇബ്ലീസിന്റെ കുതന്ത്രങ്ങളാണത്. ഇവിടെ ഇബ്ലീസ് നേരിട്ട് വന്ന് പറഞ്ഞു കൊടുത്തു ആർക്ക്? ഈ അംർ ഇബ്നു ലുഹൈന്. ഹദീസിൽ കാണാൻ കഴിയും, ചരിത്രത്തിൽ കാണാൻ കഴിയും. അതിനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം നബിതങ്ങളെ വധിക്കുന്നതിന് വേണ്ടി മക്കക്കാർ ഗൂഢാലോചന നടത്തുമ്പോൾ യജിദിൽ നിന്ന് വന്ന ഒരു കടൽക്കിഴവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അയാളാണ് ഈ തന്ത്രം പറഞ്ഞു കൊടുത്തത്. അക്കാലഘട്ടത്തിലെ ആ സമൂഹത്തിന്റെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് ഒരു ഗോത്രത്തിൽപ്പെട്ട ഒരാളെ വധിച്ചാൽ അയാൾ തിരിച്ചു കൊല്ലപ്പെടും. അതും ഒരു ശരീഅത്തിന്റെ ബാക്കിയാ, തിരിച്ചയാളെ വധിക്കപ്പെടും. അപ്പോ നമ്മളോട് പ്രതികാരം ചോദിക്കും ആര്? നബിതങ്ങളുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാർ. അപ്പൊ അത് ചെയ്യാതിരിക്കണമെങ്കിൽ മുഹമ്മദ് നബി എങ്ങനെ വധിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പൊ എല്ലാരും ഇങ്ങനെ അന്താളിച്ച് നിന്നപ്പം നാട്ടുകാരനല്ലാത്ത ഒരു കിഴവൻ അയാൾ വന്നിട്ട് പറഞ്ഞു, ഞാനൊരു തന്ത്രം പറഞ്ഞു തരാം. നിങ്ങൾ ഒരുപാട് ഗോത്രക്കാരുണ്ടല്ലോ, എല്ലാ ഗോത്രത്തിൽ നിന്നും ഓരോ ചെറുപ്പക്കാരെ തയ്യാറാക്കി ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്ന് ഒറ്റയടിക്ക് മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം വധിച്ചു കളയണം. അപ്പൊ പിന്നെ ഈ മുഹമ്മദിന്റെ കുടുംബക്കാർക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ എല്ലാവരോടും പ്രതികാരം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ആ തീരുമാനം എടുക്കുന്നവർ. അപ്പൊ ആ കേവലാരായിരുന്നു? ഇബ്ലീസാണ്. ആ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതാ. കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി അങ്ങനെ വന്ന് പറഞ്ഞെടുക്കാനുള്ള എല്ലാ തന്ത്രമുണ്ട്. അപ്പം ഇബ്ലീസ് പറഞ്ഞു കൊടുത്തിട്ടാണ് നബിതങ്ങളുടെ ജനനത്തിന് അല്ലെങ്കിൽ നുബുവത്തിന് 300 വർഷം മുമ്പ് മക്കയിലേക്ക് ഈ ആരാധനകൾ വരുന്നത്. അപ്പൊ മക്കക്കാരും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളവരല്ല. ഒരുപാട് നന്മകളുണ്ട്. അക്കൂട്ടത്തിൽ അവർ കടന്നുകൂടിയ ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടവൻ അല്ലാഹു മാത്രമാണ് എന്ന ആ കാര്യത്തിൽ വെള്ളം ചേർത്തു എന്നത്. അതുകൊണ്ടാണ് ഖുർആൻ അവതരിച്ചത് നമ്മളിലേക്കാണ്. നമ്മളുടെ മുന്നിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമെ അല്ലാഹു തആല ഇത്രയും ഗൗരവമായിട്ട് പരിചയപ്പെടുത്തുമ്പോഴെല്ലാം ഒന്നാമതായിട്ട് പറയുന്നു വലം യകും മിനൽ മുശ്രിക്കീൻ. ഖുർആൻ ഇറക്കിയ അറബികളിലേക്ക് നമ്മളിലേക്കാണ്. ഇതെന്തുകൊണ്ട് ആവർത്തിച്ചത്? എല്ലാവർക്കും അറിയില്ലേ? നമുക്കെല്ലാം അറിയില്ലേ ഒരു നബിയും ശിർക്ക് ചെയ്തില്ല എന്ന്? പിന്നെ എന്തിനാ അല്ലാഹു തആല ആവർത്തിക്കുന്നത്? എത്ര ആയത്തിൽ ആവർത്തിക്കുന്നതെന്നറിയാമോ? പല ആയത്തുകളിൽ ആവർത്തിക്കുന്നുണ്ട് വലം യകും മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം ഒരിക്കലും ശിർക്ക് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഇന്നി ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്. ആ കാലഘട്ടത്തിലെ ജനത്തെ നോക്കിയിട്ട് അവരിൽ ചിലർ വിഗ്രഹാരാധകർ, അവരിൽ ചിലർ നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവർ, ഇങ്ങനെ വിവിധങ്ങളായ ആരാധ്യ വസ്തുക്കളുള്ള തന്റെ കുടുംബക്കാരും ബന്ധുക്കളും ഭരണകർത്താക്കളും രാജ്യത്തിന്റെ നേതൃത്വം എല്ലാവരോടും നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളിൽ നിന്നും പരിപൂർണമായി ഒഴിവായിരിക്കാതെ നിങ്ങൾ ആരാധിക്കുന്ന ഈ വസ്തുക്കളെ തൊട്ടും. വലിയൊരു ജീവൻ പണയം വെച്ചിട്ട് അത് ആ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന് തയ്യാറായി. എന്ന് മാത്രമല്ല ശിർക്കിന്റെ യാതൊരു നിലയിലുള്ള ഒരു ലാഞ്ചന പോലും അദ്ദേഹത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ഇത് ഇബ്രാഹിം നബിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്.
ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസാണ്, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ ഖാലഹാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ വഖാലഹാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ ഫഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അല്ലാഹു എനിക്ക് മതിയായവനാണ്, ഞാൻ അവനിലേക്ക് പൂർണ്ണമായി വരവേൽപ്പിച്ചിരിക്കുന്നു. ഈ വാക്ക് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാലഹാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹീന ഉൽഖിയ ഇലന്നാർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ തീക്കുണ്ടാരത്തിലേക്ക് അവൻ എടുത്ത് ഇടാൻ പോകുന്ന, എറിയാൻ പോകുന്ന സമയത്ത് പറഞ്ഞ വാക്കിതാണ്, നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും എനിക്ക് അല്ലാഹു മതിയായവനാണ് എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ എല്ലാ ഗുണങ്ങളുടെയും ഏറ്റവും പൂർണ്ണമായ അവസ്ഥ ഇബ്രാഹിം നബിയുടെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, ജീവിതത്തിലൂടെ പ്രകടമായി. ഇത് തവക്കുൽ ഈമാനിന്റെ ഒരു ഉയർന്ന അവസ്ഥയാണ്. ആ തവക്കുലിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ അത് ഇബ്രാഹിം നബിയുടെ വാക്കിലൂടെയും ജീവിതത്തിലൂടെയും പരിപൂർണമായി പ്രകടമാകുകയാണ്. പൂർണ്ണ അവസ്ഥ മഹബത്ത് ഈമാനിന്റെ ഒരു അടയാളമാണ്. അതിന്റെ പൂർണ്ണമായ അവസ്ഥ, മകനെ അറുക്കാൻ പറഞ്ഞാൽ അറുക്കാൻ തയ്യാറാണ്, അത് അല്ലാഹുവിന് മാത്രം വഹിച്ചു കൊടുക്കാൻ, എന്റെ പൂർണ്ണ അവസ്ഥ, തൗഹീദിന്റെ പൂർണ്ണമായ അവസ്ഥ. ഒരു ലാഞ്ചനയും ശിർക്കിന്റെ അല്പവും വന്നിട്ടില്ല. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നിത്യസംഭവങ്ങളിൽ ഏതെങ്കിലും മറ്റ് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നിടത്ത് പോകുന്ന മാത്രമല്ല, നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോ നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് അളന്നു നോക്കണം. ആ ഇബ്രാഹിമി മില്ലത്തിലും മാർഗത്തിലും എത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരിക്കൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യന്റെ ജീവിതത്തിൽ ചിലപ്പോൾ പാലുണ്ടാവും, തീരത്തുണ്ടാവും. ഒരിടത്തുനിന്ന് ഇറങ്ങി വന്നപ്പോൾ എന്തെങ്കിലും ഒരു വസ്തുവിനെ കണ്ടു. അപ്പം തോന്നാണ് എന്തോ ഒരു ശകനമാണല്ലോ, കുഴപ്പമാണല്ലോ, ശൈത്താനെ മനസ്സ് തോന്നിപ്പിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ മനുഷ്യൻ. ദിനങ്ങൾ സല്ലല്ലാഹു പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ഉടനെ പറയണം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. വീട്ടിൽ നിറങ്ങിയോ പഴയ ഇപ്പോഴെന്താ പറയുക, പൂച്ച വൃത്തിയാടി എന്ന് പറയും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തു കണ്ടെന്ന് പറയും, ഒരു ശകനമെന്നൊരു തോന്നൽ. അങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് പറയണം? ഈ വസ്തുക്കൾക്കൊന്നും ഒരു നന്മ കൊണ്ടുവരാനോ തിന്മയിൽ നിന്ന് തടയാനോ കഴിയില്ല. ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. ഇത് പറഞ്ഞിട്ട് നിങ്ങൾ മുമ്പോട്ട് പൊക്കോളണം. ഒരു ശിർക്കിന്റെ അല്പം പോലും ജീവിതത്തിൽ എവിടെയും ഉരസാൻ പാടില്ല. അപ്പൊ പിന്നെ അല്ലാഹു തആല അവന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ഇബാദത്തുകൾ ഏതെങ്കിലും അർത്ഥത്തിൽ അല്ലാഹു അല്ലാത്ത ആർക്കും ഒരിക്കലും, ഒരു സന്ദർഭത്തിലും, ഒരു ഘട്ടത്തിലും ചെയ്യാൻ പാടില്ല. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നടത്തപ്പെടുന്ന ആഘോഷങ്ങൾ, ആഹ്ലാദങ്ങൾ, അതിനെ സംതൃപ്തിയോടെ നോക്കിക്കാണാൻ പാടില്ല. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ഒരു അഖീദയുടെ നിയമം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണത്? അഖീദ എന്ന് പറഞ്ഞ വിശ്വാസത്തിന്റെ, ഈമാനിന്റെ ഒരു നിയമം തന്നെ. ശിർക്കും കുഫറുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമായി നമ്മൾ രാജിയാവില്ല. എന്നാൽ ശിർക്ക് ചെയ്യുന്ന മനുഷ്യരുമായി നമുക്ക് ബന്ധമുണ്ടാവും, കുഫർ ചെയ്യുന്ന മനുഷ്യരുമായി ബന്ധമുണ്ടാവും. അത് വേറൊന്നാണ്. അതിന് പറയുന്ന പേര് ബറാ എന്നും വല എന്നുമാണ്. അതായത് ശിർക്കുമായി ബന്ധപ്പെട്ട എല്ലാത്തിലും നമ്മൾ പൂർണ്ണമായി അവർക്ക് ഒഴിവാണ്. അപ്പൊ അവിടെ പോയിട്ട് ശിർക്ക് നടക്കുന്ന, പൂജ നടക്കുന്ന കാര്യത്തിൽ പങ്കെടുക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിനുവേണ്ടി സാക്ഷിയാകുക, അതിനെ ഒരു മതേതരത്വമായിട്ട് പ്രചരിപ്പിക്കുക, അത് ഇസ്ലാമല്ല. ആരെയും ഇസ്ലാമല്ല, അത് ദീനല്ല. അങ്ങനെ ആര് എത്ര വലിയ കുത്തുബ് ചെയ്താലും, എത്ര വലിയ അല്ലാമ ചെയ്താലും, എത്ര വലിയ തങ്ങൾ ചെയ്താലും അത് ദീനല്ല. അത് അല്ലാഹുവിന്റെ റസൂൽ പഠിച്ചത് ഇബ്രാഹിമി മില്ലത്തല്ല, ഇബ്രാഹിമി മാർഗമല്ല. അതിൽ നിന്നും പൂർണ്ണമായിട്ട് ഒഴിവാകണം. പക്ഷെ ശിർക്ക് ചെയ്യുന്ന മനുഷ്യരുണ്ട്, നമ്മുടെ സഹവാസികൾ, ഒന്നിച്ച് ജോലി ചെയ്യുന്നവർ, നമ്മുടെ അയൽക്കാർ. കുഫ്ർ ചെയ്യുന്ന മനുഷ്യരുണ്ടാവും. അവരുമായിട്ടുള്ള ബന്ധത്തിനൊന്നും ഒരു കുറവുമില്ല. ആ ബന്ധത്തിന് ഒരു കുറവ് വരുത്താനും പാടില്ല. നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ അത് തുടർന്നു കൊണ്ടുപോകണം. അതാണ് വലാഹ് ബറാഅ് എന്നൊരു അഖീദ തന്നെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആദ്യത്തെ ഗുണവിശേഷമായിട്ടാണ് ഇത് പറയുന്നത്. കാലം ഇപ്പൊ തന്നെ, നീ കുറച്ചങ്ങോട്ട് പോയാൽ ഈ തൗഹീദൊന്നും ചിലപ്പോൾ പറയല് പോലും അത് പ്രശ്നമായി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ട്? റബ്ബിന്റെ പരീക്ഷണമാണ്. റബ്ബിന്റെ പരീക്ഷണമാണ്. നമ്മൾ ശിർക്കിനോട് രാജിയായി കഴിയുമ്പോൾ
അള്ളാഹു തആല നമ്മളെ അങ്ങനെ പരീക്ഷിക്കും. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. പിന്നെ ഈമാൻ പറയാൻ പറ്റും, തൗഹീദ് പറയാൻ പറ്റില്ല, മക്കളെ പഠിപ്പിക്കാൻ പറ്റാതെ വരും, പള്ളിയിൽ പറയാൻ പറ്റാതെ വരും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മൾ ഇബ്രാഹിമി മാർഗത്തെ പിൻപറ്റണമെന്ന് ഖുർആൻ പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ ഗുണം ഇത് തന്നെയാണ്. ഒരർത്ഥത്തിലും ഒരു രീതിയിലും അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കപ്പെടുക ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് നമുക്ക് ഒരു ബന്ധമില്ല. അർത്ഥമൊഴിച്ച് മാറ്റി വെച്ചേക്കാണ്. ഒരു സഹാബി അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നപ്പോ അദ്ദേഹത്തിന്റെ മാതാവ്, അദ്ദേഹം ജീവിതത്തിൽ മാതാവിനോട് വല്ലാത്ത സ്നേഹമായി, വല്ലാത്ത സ്നേഹം. മാതാവ് രാവിലെ മക്കയുടെ വെയിലത്ത് വന്ന് നിന്നുകൊണ്ട് മാതാവ് പറഞ്ഞു, ഞാൻ ഇനി മരിക്കുന്നത് വരെ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഇവിടെ നിന്ന് ഞാൻ മരണപ്പെട്ടു പോകും. നീ ഇതിൽ നിന്നും പിന്തിരിഞ്ഞു വന്നില്ല എങ്കിൽ. മാതാവിനോട് അങ്ങേയറ്റം സ്നേഹമുള്ള, അങ്ങേയറ്റം മാതാവിനെ ഇഷ്ടപ്പെടുന്ന ആ മകൻ, ആ സഹാബി പറഞ്ഞു, ഉമ്മ ഇങ്ങനെ നിന്ന് മരിച്ചാലും ഈ അവസ്ഥയിൽ ഇല്ലാതായാലും ഞാൻ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് തിരിഞ്ഞു വരികയില്ല. ബാക്കി എന്ത് കാര്യം ചെയ്യും, ഈ കാര്യം ഞാൻ ചെയ്യുകയില്ല. ഉമ്മ അങ്ങനെ ഒന്ന് മരിക്കാനുള്ള തീരുമാനം അങ്ങനെ വെച്ചു. ഇവിടെയാണ് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, വഇൻ ജാഹദക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസാഹിബഹുമാ ഫിദ്ദുനിയാ മഅറൂഫൻ വത്തബിഇ സബീല മൻ അനാബ ഇലയ്യ സുമ്മ ഇലയ്യ മർജിഉകും ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. നീ നിന്റെ മാതാപിതാക്കൾക്ക് അങ്ങേയറ്റത്തെ ഉപകാരം ചെയ്യണം. അങ്ങേയറ്റത്തെ ഉപകാരം. അത് അല്ലാഹുവിന്റെ ഇബാദത്തിനെ തൊട്ട് ചേർത്ത് അല്ലാഹു പറഞ്ഞ കാര്യമാണ്. അങ്ങേയറ്റത്ത് ഇനി അവർ രണ്ടുപേരും അല്ലാഹുവിനോട് ശിർക്ക് ചെയ്യുന്നതിന് നിന്നെ നിർബന്ധിച്ചാൽ, അതിനുവേണ്ടി പ്രയത്നിച്ചാൽ, അക്കാര്യത്തിൽ അവർ രണ്ടുപേരെയും വഴിപ്പെടേണ്ട. ശിർക്ക് ചെയ്യാൻ ഉമ്മായും വാപ്പായും പറഞ്ഞ അൽക്കാലം ആദ്യമില്ല, അത് പറ്റില്ല. ഏറ്റവും നല്ല രീതിയിൽ അവരോട് സഹവസിക്കണം, സഹകരിക്കണം, അതിനൊരു കുറവും വരുത്തണ്ട. ഒരു സഹാബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്നിട്ട് പറഞ്ഞു, എന്റെ ഉമ്മ അവിശ്വാസിനിയാണ്, അവരോടുള്ള എന്റെ ബന്ധം എങ്ങനെയായിരിക്കണം? വിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിരിഹാ വഹിയ കാഫിറത്തുൻ. നിന്റെ ഉമ്മ കാഫിറായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അവരോടുള്ള നിന്റെ ബന്ധത്തെ നീ ചേർത്ത് വെച്ചു കൊള്ളുക, നീ മുറിച്ചു മാറ്റരുത്. ഉമ്മയോടുള്ള ബന്ധത്തെ മുറിക്കരുത്, ഇതിനെ നീ ശക്തിപ്പെടുത്തുക. ഖുർആൻ ഇവിടെ പറയുന്നു വഇൻ ജാഹദക, എന്നാൽ ശിർക്ക് ചെയ്യാൻ അവർ രണ്ടുപേരും പ്രേരിപ്പിച്ചാൽ അക്കാര്യത്തിൽ അവരെ ഇതാഅത്ത് ചെയ്യലില്ല, വഴിപ്പെടലില്ല, അനുസരിക്കലില്ല. ഈമാനും ഇസ്ലാമും കൊണ്ട് എന്നിലേക്ക് മുറിഞ്ഞു വീണ് ജീവിക്കുന്ന മനുഷ്യരുടെ പ്രവാചകരെ നിങ്ങൾ അതിൽ പിൻപറ്റിക്കൊള്ളുക. കാരണം നിങ്ങൾ മരണപ്പെട്ടിട്ട് മടങ്ങി വരുന്നത് അല്ലാഹുവിലേക്കാണ്, എന്നിലേക്കാണ്, മാതാപിതാക്കളിലേക്കല്ല മരിച്ചു പോകുന്നത്, അല്ലാഹുവിലേക്കാണ്. അപ്പോൾ നിങ്ങൾ ദുനിയാവിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത പ്രവർത്തികളെ കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തും. ബോധ്യപ്പെടുത്താതെ ഒരാളെയും ശിക്ഷിക്കുകയില്ല, ബോധ്യപ്പെടുത്താതെ ഒരാളെയും ശിക്ഷിക്കുകയില്ല, ബോധ്യപ്പെടുത്തി. അങ്ങനെ ബോധ്യപ്പെടേണ്ട ഒരു ദിവസത്തിൽ നിങ്ങൾ ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അടിസ്ഥാന യോഗ്യതയാണ് ശിർക്കില്ലാതെ അല്ലാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത്. വേറെന്ത് പാപം ചെയ്യാം? അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഗുണഗണങ്ങൾ പറയുമ്പോൾ ഒന്നാമതായിട്ട് ഈ കാര്യത്തെ അല്ലാഹു തആല എടുത്തു പറയുന്നു. വേറെയും ധാരാളം ഗുണങ്ങൾ പറയുന്നുണ്ട്, ധാരാളം ഗുണങ്ങൾ. ഒന്നാമതായിട്ട് ഈ കാര്യം എടുത്തു പറഞ്ഞു, വലം മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും ശിർക്ക് ചെയ്തിട്ടില്ല, അതിനോട് രാജിയായിട്ടില്ല, ഒരു വക്രതയും അതിലില്ല. മനഃപൂർവ്വം ശിർക്കിൽ നിന്നും ഒഴിവായി തൗഹീദിൽ ഉറച്ചു നിന്നയാൾ ഹനീഫൻ. ഇബ്രാഹിം നബിയുടെ മറ്റൊരു ഗുണം അല്ലാഹു പറഞ്ഞ മനഃപൂർവ്വം ശിർക്കിന്റെ എല്ലാ കാര്യങ്ങളും, വാക്ക്, പെരുമാറ്റം, ചിന്ത, ഇതിൽ നല്ല പൂർണ്ണമായിട്ടും ഒഴിവായി തൗഹീദിൽ ഉറച്ചു നിന്ന പ്രവാചകൻ. ഇങ്ങനെയൊക്കെ ഖുർആനിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ധാരാളം ഗുണങ്ങൾ
അല്ലാഹു തആല പഠിപ്പിച്ചു തന്നിട്ടാണ് നമ്മളോട് പറഞ്ഞത് ഖുൽ സദഖല്ലാഹ് ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ. പ്രവാചകരെ പറയുക, അല്ലാഹു തആല സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു, നിങ്ങൾ പിൻപറ്റുക ഹനീഫ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാർഗത്തെ. ഹനീഫ് എന്ന് പറഞ്ഞാൽ സത്യമാർഗത്തിൽ ഉറച്ചു നിന്നയാൾ, ചാഞ്ചാട്ടം, വക്രത, വളവില്ല, മനഃപൂർവ്വം കരുത്തോടുകൂടി ഉറച്ചു നിന്നയാൾ. വലഞ്ഞക്കുമിനൽ മുശ്രിക്കീൻ, ഒരിക്കലും മുശ്രിക്ക് ചെയ്തിട്ടില്ല. ബിലങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അങ്ങനെ തന്നെ പറഞ്ഞു, വഹയ്നാ ഇലൈക അനിത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ. താങ്കളോട് നാം വഹി അറിയിക്കുന്നു, താങ്കൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തിനെ പിൻപറ്റിക്കൊള്ളുക. വമൻ യർഗബ അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിയ നഫ്സ. ആ തൗഹീദിൽ നിന്നും പിന്തിരിയുന്നത് വിഡ്ഢിയല്ലാതെ മറ്റാരുമല്ല. അതും അല്ലാഹു തആല ഖുർആനിൽ ഓർമ്മപ്പെടുത്തുന്നു. ബിലങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ ദുആ ചെയ്തതായിട്ട് ചില റിവായത്തുകൾ കാണാൻ കഴിയും. രാവിലത്തെ ആദ്യത്തെ ദുആ, അസ്ബഹ്നാ അലാ ദീനിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയിനാ മുഹമ്മദ് വഅലാ മില്ലത്തി ഇബ്രാഹിമ ഹനീഫ. ഞങ്ങൾ രാവിലെ ദീനുൽ ഇസ്ലാമിലായിട്ടാണ് പ്രഭാതത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്, ഉണർന്നിരിക്കുന്നത്. ഇഖ്ലാസിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുമായിട്ടാണ് ഞങ്ങൾ ഉണർന്നെഴുന്നേറ്റത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവതരിപ്പിച്ച ഈ ദീനുമായിട്ടാണ് ഞങ്ങൾ ഉണർന്നെഴുന്നേറ്റത്. അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാർഗ്ഗത്തെ, മില്ലത്തിനെ പിൻപറ്റിക്കൊണ്ടാണ് ഞങ്ങൾ രാവിലെ ഉണർന്നെഴുന്നേറ്റത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ രാവിലെ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഈ ഒരു സന്ദർഭത്തിൽ, പെരുന്നാളും ഹജ്ജും ഇബ്രാഹിം നബിയും എല്ലാം ഓർക്കുന്ന സന്ദർഭത്തിൽ ഖുർആനിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ സ്വഭാവ ഗുണങ്ങളെ, ജീവിതത്തിന്റെ ആ സിഫാത്തുകളെ പരിപൂർണമായി നമ്മളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ള പരിശ്രമവും പരിജ്ഞാനവും ആ രീതിയിലുള്ള ജീവിതവും നമ്മൾ നേടിയെടുക്കണം. അല്ലാഹു നമുക്കും നമ്മളുടെ അഹ്ലുകാർക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും അവന്റെ ഔദാര്യം കൊണ്ട് തൗഫീഖ് നസീബാക്കുമാറാകട്ടെ.